കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒട്ടനവധി വീടുകളാണ് ഇവിടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് 5.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. കണ്ടംപററി ഡിസൈനിലുള്ള എലവേഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ മതിലിൽ ടെക്സ്റ്റ് വർക്കും 4-വേ ലൈറ്റും സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട്. പില്ലറിലെല്ലാത്തിലും ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇന്ത്യൻ റോഡ് തന്നെ 5 മീറ്റർ വൈഡ് റോഡാണ്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കടപ്പ കല്ലുകളാണ് പായിട്ടുള്ളത്. നേരെ പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം പോർച്ചിനകത്ത് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഈസ്റ്റ് സൈഡും ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡുമാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നടക്കാനുള്ള സ്പേസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈസ്റ്റ് സൈഡിലായിട്ട് ഇത്രയും സ്പേസ് നമുക്കുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് വരാം. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വെല്ല് വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ KW വാട്ടർ കണക്ഷനും നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ വെല്ല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഇവിടെയും ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചുറ്റിക്കാണാണ്. ചുറ്റും കടപ്പ കല്ലുകളാണ് പായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഇനി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെയായിട്ടാണ് വീടിൻ്റെ അടുക്കള വന്നുള്ളത്. ഇവിടെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫുൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗേജ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് സിലിണ്ടറും മറ്റും വെക്കാനായിട്ട് ഇങ്ങനെ 2 സിലിണ്ടർ വെക്കാവുന്ന രീതിയിൽ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വർക്ക് ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിങ്കും കാര്യങ്ങളും വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ചുറ്റും ടൈല് വിരിച്ചിരിക്കുകയാണ്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണ്. ഇറ്റാലിയൻ മാർബിളാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിട്ടുള്ളത്. നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഇതിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. അതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ്. ഗോദ്രേജിൻ്റെ 2 ലോക്കാണ് വന്നിരിക്കുന്നത്. ഫുൾ പാനൽ ചെയ്തിരിക്കുന്നതൊക്കെ ടീക്ക് വുഡിൽ തന്നെയാണ്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. ലിവിങ് സ്പേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഫ്രഞ്ച് വിൻഡോസ് ആണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഫാസ്റ്റ് സീലിംഗ് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് വാൾപേപ്പർ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് പോവാണ്. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് CNC കട്ടിങ്ങും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കയറുമ്പോൾ തന്നെയായിട്ട് സ്റ്റെയറിന് ഒരു ഭാഗത്ത് ഒതുക്കി മാറിയിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിനുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ വന്നുള്ളത്. ഇത് കൂടാതെ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇത് സ്റ്റെയറിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിനൊരു സൈഡിലായിട്ട് വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. 8 ചെയറിൻ്റെ ടേബിളോ 6 ചെയറിൻ്റെയോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. വിത്ത് ഓപ്പൺ കിച്ചനോട് കൂടി തന്നെ ഫാസ്റ്റ് സീലിംഗ് വർക്കും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. അപ്പം എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മേലെയായിട്ട് CCTVയുടെ യൂണിറ്റും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലൊരു കൗണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. ഒരു ചെയർ നമുക്ക് അവിടെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇങ്ങനെ L ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് മേലെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. ഡബിൾ സിങ്ക് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് പ്ലേറ്റ് റാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈ എത്തുന്ന ദൂരത്തെല്ലാം ക്വാളിറ്റി ഉള്ള
കബോർഡുകളാണ് വന്നുള്ളത്. ഇനി ഇവിടെയായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡാണ്. ഇനി ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ബോട്ടിൽസ് എല്ലാം നമുക്കിവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മേലെയായിട്ട് ഓവൻ വെക്കാനായിട്ടുള്ള പവർ സോക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ പവർ യൂണിറ്റാണ് മേലെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു വാള് ഗംഭീരമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വാൾഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. ബേ വിൻഡ് വരുന്നുണ്ട്. ഇവിടെ കുഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഫൈബർ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. അതും പെഡസ്റ്റൽ ടൈപ്പായിട്ട്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവറ്റർ വന്നിരിക്കുന്നത് ജാഗൂർ തന്നെയാണ്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേണും കൂടിയാണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ നീളവും ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും ഒക്കെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിൽ ഗ്രാനൈറ്റിലാണ് വീടിൻ്റെ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. അതിനെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിരിക്കുകയാണ്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ ഇവിടെയും അതേ ഡിസൈൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ഒരു L ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കയറിയിട്ട് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. പവർ സോക്കറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 15 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിന്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. കബോർഡ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഈ ഭാഗത്തായിട്ട് ഡൈവറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ്. ഭിത്തി മാറ്റ് തന്നെയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസ് ഉണ്ട്. ഇനി മിറർ ഇവിടെ വരാനുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡ്, ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെയായിട്ട് ബെഡ്റൂമും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. കോർണർ വാഷ് ബേസിനാണ് കൊടുത്തുള്ളത്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവറ്ററൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. താഴെ മാറ്റ ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ ഒരു ഗ്ലോസി ഡിസൈനാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ്. ശരിക്കും ഒരു ഫംഗ്ഷൻ നടത്താനുള്ള സ്പേസ് നമുക്ക് ഈ യൂട്ടിലിറ്റി സ്പേസിൽ തന്നെയുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഫുള്ള് ഷീറ്റിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പം അതിവിശാലമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈലാണെങ്കിൽ കൂടി മാറ്റ് ടൈലാണ്, 4x2 ടൈല്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇതിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലിനോടൊപ്പം തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാലും മറ്റും ഹാങ് ചെയ്യാനുള്ള സ്പേസൊക്കെ നമുക്ക് ഇവിടെയുണ്ട്. വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ്. മനോഹരമായിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് 400 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്.
അപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. താമസിക്കാനാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനുമാണെങ്കിലും പറ്റിയൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,05,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.